ഹലോ, ഈ നട്ടപ്പാറ വെയിലത്ത് ഞാൻ കുടുവിനെയും കൊണ്ട് ടൗൺ വരെ പോവാണ്. അപ്പോൾ കാണുന്നവരെ വിചാരിക്കും എനിക്ക് തലക്കോളമാണെന്ന്. കാരണം ഇപ്പോൾ ഏകദേശം ഒരു 11 മണി 12 മണി അടുത്താവാറായിട്ടുണ്ട്. കാരണം അമ്പലത്തിൽ ഇപ്പോൾ ഉച്ചപൂജ നടക്കുന്ന സമയമാണ്. കാരണം വേറൊന്നും രാവിലെ തൊട്ട് ഞാൻ റെഡിയാവുകയാണ് പോകാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഞാൻ ഇറങ്ങുമ്പോഴത്തേനും എങ്ങനെ വന്നാലും ഉച്ചയാവും ഗൈസ്. ഇപ്പോൾ ഭയങ്കര വെയിലുമാണല്ലോ. പിന്നെ ഞാനും കുടും കൂടിയാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ ഒറ്റയ്ക്കാണ് പോകുന്നത് വിചാരിക്കേണ്ട, കാരണം എനിക്കുള്ള ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഏട്ടത്തി ഉണ്ടാവും. ഏട്ടത്തി വീട്ടിലായത് കാരണം 080 നിന്ന് ബോട്ടിൽ കയറിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ട് കയറ്റിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇത്രയും ദൂരമുള്ളൂ കേട്ടോ. അതാ വെള്ളം പിന്നടിച്ച് കാണുന്നതാണ് ഞങ്ങളുടെ വീട്. നേരെ ബോട്ട് ഇറങ്ങിയിട്ട് ഈ വരമ്പത്തൂടെ നേരെ അങ്ങ് നടന്നു പോയാൽ മതി ഗൈസ്, ഞങ്ങളുടെ വീട്ടിലെത്തും. അങ്ങനെ കുറച്ച് സമയം നോക്കിയൊക്കെ നിന്നിട്ട് ഇതാ ബോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ബോട്ടിൽ കയറി 9 രൂപ ആയിട്ട് ടിക്കറ്റ്. നമ്മൾ ടൗൺ വരെ പോകുന്നതിന് 9 രൂപയാണ്. അങ്ങനെ ഇതാ ഏട്ടത്തി വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടത്തിയായിട്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് നേരെ വില്ലേജ് ഓഫീസിലേക്ക് പോവാണ്. അങ്ങനെ പോയ കാര്യമൊന്നും എന്തായാലും നടന്നില്ല ഗൈസ്. എന്നാൽ പിന്നെ വെറുതെ ഇരിക്കണ്ടല്ലോ, ചൂടൊക്കെ അല്ലേ, വിശന്നിട്ട് വയ്യ. അങ്ങനെ പിന്നെ ഞങ്ങൾ ബേക്കറിയിൽ കയറി സർബത്തും പപ്സും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഏട്ടത്തി കഴിച്ചു. ഏട്ടത്തി എന്നോട് പറയാൻ വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് കറുത്തിരിക്കുന്നതെന്ന്. കുടിനെ കൈ പിടിച്ചിട്ടാണ് ഇനി പപ്സ് കഴിക്കുന്നത്. പക്ഷെ അവളെ സമ്മതിച്ചില്ല ഗൈസ്. പിന്നെ ഏട്ടത്തി കഴിച്ചതിനപ്പത്തേനും ഏട്ടത്തി അവളെ എടുത്തു. അപ്പോഴേക്കും ഞാൻ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ബോട്ടിൽ തിരിച്ച് കയറി ഏട്ടത്തി നേരെ 080 തന്നെ വന്ന് ഇറങ്ങി. ഏട്ടത്തിക്ക് വീട്ടിലേക്ക് പോകണമായിരുന്നു, കാരണം ആമി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏട്ടത്തി അങ്ങോട്ട് പോയി. അങ്ങനെ വീണ്ടും ഞാനും കൂടും ബോട്ടിൽ തനിച്ചായി ഗൈസ്. നമ്മൾ ഏറ്റവും ബാക്കിലായിട്ടാണ് വന്നിരുന്നത്. ബോട്ടിൽ കയറിയിട്ടാണെങ്കിൽ ചൂട് കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. കൂടു ഉറങ്ങിയായിരുന്നു ബോട്ടിൽ കയറിയപ്പോൾ തന്നെ. കാറ്റടിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ചൂട് കാറ്റാണ്. പൊള്ളുന്ന വെയിലാണ് കേട്ടോ പുറത്ത്. അത്രയ്ക്ക് ഭയങ്കര ഇതാണ്. നമുക്ക് ബോട്ടിലിരിക്കാനോ പുറത്തേക്ക് ഇറങ്ങാനോ ഒന്നും പറ്റുന്നില്ല. അങ്ങനെ ചൂടാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഫസ്റ്റ് അവിടെ കല്യാണം കഴിച്ച് വന്ന ദിവസത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഇങ്ങനെ വെള്ളത്തെ കൂടിയൊക്കെ പോകുമ്പോഴത്തേനും വലിയ വലിയ ബോട്ടുകൾ, ഹൗസ് ബോട്ടുകൾ, നമ്മളുടെ അവിടെ ഒന്നും സാധനമൊന്നും ഇല്ലല്ലോ. അപ്പോൾ കാണുമ്പോൾ ഹായ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ പതിയെ കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ വലിയ ഇതൊന്നും ഇല്ല, കാരണം ഡെയിലി കാണുകയാണല്ലോ. അങ്ങനെ നട്ടാപ്പാറ വെയിലത്ത് വാടിക്കൊരിഞ്ഞ് വീട്ടിൽ വന്ന് ഈ ജ്യൂസ് കുടിച്ചപ്പോഴാണ് ഗൈസ് എനിക്ക് സമാധാനമായത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം. ടാറ്റാ.